കേരള ചരിത്രത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ് യൂറോപ്യന്മാരുടെ ആഗമനം. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ്സുകളുടെ നോട്ട്സിനായി ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂറോപ്യന്മാരുടെ ആഗമനം. ഇന്ത്യയിൽ കടൽ മാർഗം വ്യാപാരത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെ പറങ്കികളെന്നും അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ. ഈ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ യൂറോപ്യൻ അധിനിവേശം ആരംഭിച്ചത്. ഇവിടെ പോർച്ചുഗീസുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ആദ്യം വരികയും എന്നാൽ ഇന്ത്യയിൽ നിന്ന് അവസാനം മടങ്ങിപ്പോവുകയും ചെയ്ത യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അത് ശ്രദ്ധിക്കുക. ഇന്ത്യയിലേക്ക് ആദ്യം വരുന്നതും ഇന്ത്യയിൽ നിന്നും അവസാനം മടങ്ങിപ്പോകുന്നതും പോർച്ചുഗീസുകാരാണ്. നമുക്ക് പോർച്ചുഗീസുകാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരാളിനെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. ആരായിരിക്കും അത്? വാസ്കോഡ ഗാമയാണ്. പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ 1497 പോർച്ചുഗലിൽ നിന്നും യാത്ര പുറപ്പെട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ പ്രതീക്ഷയുടെ മുനമ്പ്, അതായത് ശുഭപ്രതീക്ഷാ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി 1498 മെയ് 20 കോഴിക്കോട് എത്തി. അപ്പോൾ എന്നാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയത്? 1498 മെയ് 20. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 1498 മെയ് 20 കോഴിക്കോട് നിന്നും 8 മൈൽ വടക്കുള്ള കാപ്പാട് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. അതാണ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണല്ലേ. കോഴിക്കോട് കാപ്പാട് എന്ന ഗ്രാമത്തിൽ ആണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കേൾക്കുന്ന കാര്യമാണ്. ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് ഈ കാപ്പാട് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ പോർച്ചുഗീസ് രാജാവ് ഇമ്മാനുവലാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. ആരാണ്? പോർച്ചുഗീസ് രാജാവായ ഇമ്മാനുവലാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഈ വാസ്കോഡ ഗാമയുടെ വരവിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. എന്താണത്? യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധത്തിനായി കടൽ മാർഗം കണ്ടുപിടിക്കപ്പെട്ടു. അതാണ് ഈ 1498 ഗാമയുടെ വരവിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. അതുപോലെ അന്ന് ഈ സാമൂതിരി രാജാവായിരുന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത്. അദ്ദേഹം കോഴിക്കോടാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞു. വാസ്കോഡ ഗാമ വന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ആ സമയത്ത് ഈ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു. ഈ വാസ്കോഡ ഗാമയെ അന്ന് ഈ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി എന്ത് ചെയ്തു? നല്ല ആതിഥ്യ മര്യാദയോടുകൂടിയൊക്കെ സ്വീകരിക്കുകയും നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പക്ഷേ ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർക്ക് പ്രത്യേക വ്യാപാര സൗകര്യങ്ങൾ വേണമെന്ന് ഗാമ ആവശ്യപ്പെട്ടു. അതെന്ത് ചെയ്തു? ഈ സാമൂതിരിക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗാമ എന്ത് ചെയ്തു? സാമൂതിരിയുമായിട്ട് ആ ഒരു വ്യാപാര കരാറൊന്നും ഏർപ്പെട്ടില്ല. കാരണം എന്താ? ഗാമയുടെ ആവശ്യമൊന്നും ഈ സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഗാമ കണ്ണൂരുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു. അവിടെ ആ സമയത്ത് കണ്ണൂർ ഭരിച്ചിരുന്നത് കോലത്തിരിയാണ്. അപ്പോൾ ഈ കോലത്തിരി രാജാവുമായിട്ട് വ്യാപാര വാണിജ്യ കരാറിൽ ഗാമ ഏർപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് തങ്ങൾ വന്ന കപ്പലുകളിൽ ചരക്കുകളെല്ലാം നിറച്ചുകൊണ്ട് 1499 ഗാമ പോർച്ചുഗീസിലേക്ക് മടങ്ങി. ഗാമയുടെ കൂടെ വന്നു ഗാമയും സംഘവും പോർച്ചുഗീസിലേക്ക് മടങ്ങി. എന്നാണ് 1498 മെയ് 20 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വരുന്നത്. അവിടെ നിന്ന് ഈ കോലത്തിരി, കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവുമായിട്ട് വ്യാപാര വാണിജ്യ കരാറിൽ ഏർപ്പെടുകയും അവിടെ നിന്നും ഈ പറയുന്ന സാധനങ്ങളിലെ കേരളത്തിലെ എല്ലാ സാധനങ്ങളും അല്ലേ പറയുന്ന ചരക്കുകളെല്ലാം എന്ത് ചെയ്തു? 1499 അവർ വന്ന കപ്പലുകളിൽ നിറച്ചുകൊണ്ട് പോയി. അവർ 3 കപ്പലുകളിലായിട്ടാണ് വാസ്കോഡ ഗാമ ഈ സംഘവും കേരളത്തിലെത്തിയത്. അതിൽ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. എന്താണ്? സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ വന്നത്. അപ്പോൾ ഒരു 3 കപ്പൽ, ആ 3 കപ്പലിലും ചരക്കുകളെല്ലാം നിറച്ചുകൊണ്ട് അവർ തിരികെ പോയി.
തിരികെ ചെന്നപ്പോഴത്തേക്ക് ഈ പോർച്ചുഗലിലെ മാനുവൽ രാജാവിന് ഈ ചരക്കുകളെല്ലാം കണ്ടപ്പോഴത്തേക്ക് സന്തോഷമായി. അങ്ങനെ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്ന ബഹുമതി നൽകി ഈ മാനുവൽ രാജാവ് ആദരിച്ചു. കാരണം അത്രയും നമ്മുടെ കേരളത്തിൽ അത്രയും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ അല്ലേ അത്രയും ചരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആകർഷിച്ചത് കൊണ്ടാണ് ഈ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ യൂറോപ്യൻ ശക്തികളെല്ലാം ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം ആദ്യം ഈ മാനുവൽ രാജാവിന് ഈ കപ്പൽ നിറച്ച സാധനങ്ങളുമായിട്ട് അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെയാണ് ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്ന ബഹുമതി നൽകി മാനുവൽ രാജാവ് ആദരിച്ചു. മാത്രമല്ല ഈ ഗാമയുടെ മുന്നിൽ ഡോം എന്ന പദവി ഉപയോഗിക്കാനും മാനുവൽ രാജാവ് അനുവദിച്ചു. എന്താണ് ഡോം? DOM ഡോം എന്ന പദവി ഉപയോഗിക്കാനും മാനുവൽ രാജാവ് അനുവദിച്ചു. ഇനിയിപ്പം എന്താണ് 1499 പോർച്ചുഗീസിലേക്ക് ഗാമയും കൂട്ടരും മടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിന് ശേഷം വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് പിന്നീട് 1500 ഇന്ത്യയിൽ വന്ന ആളാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. ആരാണ്? പെട്രോ അൽവാരിസ് കബ്രാൾ. ഇന്ത്യയിലെ അറബി വ്യാപാരികളുടെ സുഗന്ധദ്രവ്യ വ്യാപാരം തകർക്കുകയും വ്യാപാര കുത്തക പോർച്ചുഗീസുകാർക്ക് ലഭ്യമാക്കുകയുമായിരുന്നു ഈ കബ്രാളിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനായി അദ്ദേഹം എന്ത് ചെയ്തു? അറബി വ്യാപാരികളുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു. കോഴിക്കോട് സാമൂതിരിയുമായി ഇടഞ്ഞ കൊച്ചി രാജാവുമായും കോലത്തിരി രാജാവുമായും ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഇത് നേരത്തെ പറഞ്ഞില്ലേ, വാസ്കോഡ ഗാമ വന്ന് ഈ ആരുമാണ് സാമൂതിരിയായിട്ട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അല്ലേ. ആ സാമൂതിരിയുമായിട്ടും അതുപോലെ ഈ കോഴിക്കോട് എന്ന സാമൂതിരിയുമായിട്ടും പിന്നെ കൊച്ചി രാജാവും പിന്നെ കൊച്ചി രാജാവും കോലത്തിരി രാജാവ് എവിടത്തെയായിരുന്നു? കണ്ണൂർ ഭരിച്ചിരുന്നതാണ്. കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടാണ് പോർച്ചുഗീസിലേക്ക് ആദ്യം ഗാമ ചരക്കുകളെല്ലാം കൊണ്ടുപോയത്. അപ്പം ആ രാജാവുമായിട്ടും അതുപോലെ കൊച്ചി രാജാവുമായിട്ടും കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുമായിട്ടുമൊക്കെ ഈ കബ്രാൾ എന്ത് ചെയ്തു? ബന്ധങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ പോർച്ചുഗീസ് കൊച്ചി തുറമുഖം കണ്ടെത്തിയതിലൂടെ ദക്ഷിണേന്ത്യയിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കബ്രാൾ എന്ത് ചെയ്തു? 1501 പോർച്ചുഗീസിലേക്ക് മടങ്ങിപ്പോയി. ഈ AD 1500 ബ്രസീൽ കണ്ടുപിടിച്ചത് ഈ കബ്രാൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 1500 കബ്രാൾ വരുന്നു. അതിനുശേഷം 1501 പോർച്ചുഗലിലേക്ക് കബ്രാൾ തിരികെ പോയി. അതിനുശേഷം 1502 ഗാമ പിന്നെയും വരുന്നു. രണ്ടാമതായി ഗാമ വരുന്നു എന്നാണ് 1502 ഗാമ വരുന്നു. ഇപ്രാവശ്യം ഗാമ വന്നത് ഗോവയിലെ 5 ദ്വീപിലാണ്. എവിടെയാണ്? ഗോവയിലെ 5 ദ്വീപിലാണ് ഇപ്രാവശ്യം ഗാമ വന്നിറങ്ങിയത്. കോഴിക്കോട് നഗരത്തിലെ കൊള്ള, പീരങ്കി അക്രമങ്ങൾ എന്നിവ നടത്തി അദ്ദേഹം നിരന്തരം അറബി വ്യാപാരികളുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അദ്ദേഹം 1503 പോർച്ചുഗലിലേക്ക് തിരികെ പോയി. ഇനി 1503 തിരികെ പോയതിന് ശേഷം പിന്നീട് വന്നത് അൽബുക്കർക്കാണ്. 1503 അൽബുക്കർക്ക് വരുന്നു. 1504 സാമൂതിരിയുടെ കയ്യിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്തു. പിന്നെ പള്ളിപ്പുറം കോട്ട, അതായത് കൊച്ചിയിൽ പള്ളിപ്പുറം കോട്ട പണിതു. അതൊക്കെ അൽബുക്കർക്കാണ് പണിതത്. ഈ പള്ളിപ്പുറം കോട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ പണിത ആദ്യ കോട്ടയാണ് ഈ പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ പണിത ആദ്യ കോട്ട എന്ന് പറയുന്നത് പള്ളിപ്പുറം കോട്ടയാണ്. അത് ശ്രദ്ധിച്ചോളണം. പിന്നെ ഈ പള്ളിപ്പുറം കോട്ടയെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മാനുവൽ കോട്ട, ആയിക്കോട്ട, അഴീക്കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിക്കോട്ട എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ പള്ളിപ്പുറം കോട്ട അറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം 1504 ഈ പറഞ്ഞ സാമൂതിരി കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂരൊക്കെ പിടിച്ചെടുത്തായിരുന്നു അൽബുക്കർക്കാണ്. ഈ അൽബുക്കർക്കിൻ്റെ ഇതിനൊക്കെ ശേഷം പിന്നീട് 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ വരുന്നു എന്നാണ്. 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലേക്ക് വരുന്നു. ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ട ആളാണ്
ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇദ്ദേഹം എന്ത് ചെയ്തു? 1505 കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു. അല്ലെ, കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. അതുപോലെ ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി, നീലജല നയം നടപ്പിലാക്കിയതും അദ്ദേഹമാണ്. അതിനുശേഷം 1509 അൽമേഡ ഇന്ത്യ വിട്ടു. അൽമേഡ തിരിച്ചുപോയി. അൽമേഡ വന്നത് അൽമേഡ ആരാണ്? അൽമേഡ ആദ്യ വൈസ്രോയിയാണ്. ഇന്ത്യയിൽ വരുന്ന ആദ്യ വൈസ്രോയിയാണ് അൽമേഡ എന്ന് പറയുന്നത്. അതിനുശേഷം അൽമേഡ പോയതിന് ശേഷം പിന്നീട് വരുന്നത് അൽബുക്കർക്കാണ്. അൽബുക്കർക്ക് രണ്ടാമത് വരുന്നു. ആദ്യം വന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആദ്യം എന്നാണ് വന്നത്? 1503, അതായത് രണ്ടാമത് ഗാമ വന്നു പോയതിന് ശേഷം 1502 ഗാമ രണ്ടാമത് വന്നു പോയതിന് ശേഷം 1503 അൽബുക്കർക്ക് ആദ്യം വരുന്നു. അതിനുശേഷം രണ്ടാമത് വരുന്നത് 1509. ഇപ്പോൾ അൽബുക്കർക്ക് വരുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം വരുന്നത് ഇപ്പം വൈസ്രോയി ആയിട്ടാണ് അൽബുക്കർക്ക് വരുന്നത്. 1509 മുതൽ 1515 വരെ അൽബുക്കർക്കായിരുന്നു ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി. ഇനി അൽബുക്കർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ ഭരിച്ച പോർച്ചുഗീസ് വൈസ്രോയിമാരിൽ ഏറ്റവും ശക്തനായിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. 1510 ബീജാപ്പൂർ സുൽത്താനായിരുന്ന ഇസ്മായിൽ ആദിൽ ഷായിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത് പോർച്ചുഗീസ് ഇന്ത്യയുടെ ആസ്ഥാനം ഗോവയാക്കിയത് ഈ അൽബുക്കർക്കാണ്. ആദ്യം കൊച്ചിയായിരുന്നു ഈ പോർച്ചുഗീസ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ആദ്യം കൊച്ചിയായിരുന്നു. ആ കൊച്ചിയിൽ നിന്നും എന്ത് ചെയ്തു? ഗോവയിലേക്ക് മാറ്റി. അൽബുക്കർക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നയമാണ് സങ്കരവാസ സങ്കേതങ്ങൾ, മിക്സഡ് കോളനി സിസ്റ്റം. സങ്കരവാസ സങ്കേതങ്ങൾ ആവിഷ്കരിച്ചത് അൽബുക്കർക്കാണ്. ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചത് അൽബുക്കർക്കാണ്. അതുവഴി ഇന്ത്യയിൽ മിശ്ര വിവാഹ സമ്പ്രദായം ആരംഭിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ യൂറോപ്യൻ സൈന്യത്തിൽ ആദ്യമായി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയതും അൽബുക്കർക്കാണ്. ഗോവയിൽ സതി നിരോധിച്ചത് ഇദ്ദേഹമായിരുന്നു, അൽബുക്കർക്കായിരുന്നു. ഇനി 1515 അദ്ദേഹം ഗോവയിൽ വെച്ച് അന്തരിച്ചു. ആ സമയത്ത് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ പശ്ചിമ തീരം അവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതാണ് അൽബുക്കർക്ക്. അപ്പോൾ അൽബുക്കർക്കിൻ്റെതായി. ഇനി അൽബുക്കർക്ക് 1515 അദ്ദേഹം അന്തരിച്ചു. അതിനുശേഷം പിന്നീട് വന്നത് ഗാമയാണ്. ഗാമയുടെ മൂന്നാമത്തെ വരവാണ്. ഗാമ ആദ്യം 1498 വന്നു, ആദ്യമായിട്ട് വന്നു. അതിനുശേഷം രണ്ടാമത് ഗാമ വന്നത് എന്നാണ്? 1502. ഇനി അടുത്തത് മൂന്നാമതായി വരുന്നു എന്നാണ്? 1524. ഇപ്രാവശ്യം വന്നപ്പോൾ ഗാമ വൈസ്രോയി ആയിട്ടാണ് വന്നത്. 1524 ഇന്ത്യയിലെത്തിയത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായതിനെ തുടർന്നാണ്. അതേ വർഷം ഡിസംബർ 24, അതായത് 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അടക്കം ചെയ്തത്. എവിടെയാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ. അതിനുശേഷം 1539 ഈ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നാടായ എവിടെയാണ്? പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ജെറോനിമസ് കത്തീഡ്രലിൽ സംസ്കരിക്കുകയും ചെയ്തു. മരിച്ചതെന്നാണ്? 1524 ഡിസംബർ 24. ഇനി വാസ്കോ ഡ ഗാമ നഗരം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഗോവയാണ് വാസ്കോ ഡ ഗാമ നഗരം എന്നറിയപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിതയുണ്ട്. അതാണ് ഗാമയുടെ കപ്പൽ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഗാമയുടെ കപ്പൽ എഴുതിയതാരാണ്? പി കുഞ്ഞിരാമൻ നായർ എഴുതിയൊരു കവിതയാണ് ഗാമയുടെ കപ്പൽ. അതുപോലെ മറ്റൊരു പുസ്തകമുണ്ട്, സഞ്ജയ് സുബ്രഹ്മണ്യം രചിച്ച ദ ലെജൻഡ് ഓഫ് വാസ്കോ ഡ ഗാമ. ഇത് രണ്ടെണ്ണം ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? കുഞ്ഞിരാമൻ നായരുടെ, പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ് ഗാമയുടെ കപ്പൽ. അതുപോലെ സഞ്ജയ് സുബ്രഹ്മണ്യം രചിച്ചൊരു പുസ്തകമുണ്ട്, അതാണ് ദ ലെജൻഡ് ഓഫ് വാസ്കോ ഡ ഗാമ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതിൽ ഒരു കാര്യം കൊണ്ട് നോക്കാം നമുക്ക്. പ്രധാന പോർച്ചുഗീസ് കേന്ദ്രങ്ങൾ, അല്ലെ, കേരളത്തിലുള്ള പ്രധാന പോർച്ചുഗീസ് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, ഗോവ, ദാമൻ, ദ്യൂ, മുംബൈ. ഗോവയായിരുന്നു ആസ്ഥാനം. ആദ്യം കൊച്ചിയായിരുന്നു, അവിടെ നിന്ന് ആസ്ഥാനം മാറ്റി ഗോവ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
ഇനി ഇതിൽ വേറൊന്ന് പറയുന്നത് കാർട്ടസ് വ്യവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് കാർട്ടസ് വ്യവസ്ഥ? ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റുള്ളവരുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ അനുവാദം ആവശ്യമായിരുന്നു. ഇതിന് അവർ ഈടാക്കിയിരുന്നൊരു ചുങ്കമാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റ് കപ്പലുകൾക്ക്, അതായത് ഇന്ത്യൻ സമുദ്രത്തിലൂടെ മറ്റ് കപ്പലുകൾ പോകുന്നതെങ്കിൽ അവർക്ക് പോർച്ചുഗീസുകാർ ഒരു ചുങ്കം ഈടാക്കിയിരുന്നു. അതിനെയാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ തകർച്ചയ്ക്ക് ഉള്ള കാരണമാണ്. എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ? മതപരമായ അസഹിഷ്ണുത, അൽബുക്കർക്കിൻ്റെ നയങ്ങൾ, ഭരണരംഗത്തെ അഴിമതി, ഇന്ത്യയിലെ ചെറുകിട നാട്ടുരാജ്യങ്ങളും കോളനികളും നിലനിർത്താനുള്ള ആൾബലമോ ധനശേഷിയോ ഇല്ലാതിരുന്നത്, കപടമായ കച്ചവട രീതികളും വ്യാവസായിക സാങ്കേതിക വിദ്യയിലെ പിന്നോക്കാവസ്ഥയും എല്ലാം ഈ പോർച്ചുഗീസുകാരുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളായിരുന്നു. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല, എങ്കിൽ ലെങ്ത് കൂടിപ്പോവും. അടുത്തൊരു ക്ലാസ്സോടുകൂടി ഈ പോർച്ചുഗീസുകാരുടെ ആ വരവിൻ്റെ ആ ഒരു കാര്യം മുഴുവനായിട്ട് തീരും. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ക്ലാസ് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇതൊരുമിച്ചായിരിക്കും ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടെ കണ്ടതിന് ശേഷം നോട്ട്സ് കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.